യാത്രക്ക് എങ്ങനെ? ഒരു തവണ ചെയ്യുന്നതാണ് ജേണി, എപ്പോഴെപ്പോഴും ചെയ്താൽ ജേണിയല്ല. വാടാ റൂമിലേക്ക് പോ. റൂമിലാ? ബാറിലോട്ട് വണ്ടി എടുക്കടാ. കൊച്ചുവെളുപ്പം കാലത്ത് ബാറിലേക്ക് പോവാനോ? അതെന്താ ഈ സമയത്തൊന്നും ഈ നാട്ടിൽ ബാർ ഓർക്കത്തില്ലേ? എന്ന് നന്നാവാനാ? ഒന്നും മിണ്ടാതെ വേഗം വാടാ. നടക്കടാ നീ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. വെൽക്കം. ചേട്ടാ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? വരൂ. വാട്ട് ക്യാൻ ഐ ഗെറ്റ് ഫോർ യു സർ? മലയാളിയല്ലേ? മലയാളിയാ സാറേ. മലയാളികൾ മലയാളത്തിൽ സംസാരിക്കുന്നതല്ലേ എന്റെ മര്യാദ, ശരിയല്ലേ? അത് നേരാ. എന്താ സാറേ വേണ്ടത്? ബ്രാൻഡി, വിസ്കി, റമ്മ്, വോഡ്ക? അവിടെ നിർത്തിക്കോ, ഒരു 2 എണ്ണം കൊണ്ടുപോവാ. നന്നായിട്ട് ഐസൊക്കെ ആയിക്കോട്ടെ സർ. സാറിന് എന്താണ്? പുള്ളിക്ക് വെറും ജ്യൂസ് കൊണ്ടുവന്നാൽ മതി, നല്ല അടിപൊളി കേട്ടോ. എന്താളിയാ നിന്റെ അച്ഛൻ കാണുന്നവരോടല്ലേ എന്റെ മോന്റെ കല്യാണം എന്ന് വെച്ച് കീച്ചുവാണല്ലോ. പ്രേമം വല്ലതും ഉണ്ടോടാ? ഇല്ലടാ. അളിയാ ചിയേഴ്സ്. ചിയേഴ്സ്. ചേട്ടാ 2 എണ്ണം കൂടെ. എടാ നീ രാവിലെ മുതലേ വെള്ളോടിയാണല്ലോ, നിനക്ക് ബോറടിക്കുന്നില്ലേ? സത്യം അളിയാ, ബാർ ബോറടിച്ച്. പബ്ബി പോയാലോ? എന്റെ പൊന്നെ, ഇതെന്തത് അടിപൊളി മോനെ. അളിയാ. ഗുഡ് ഈവനിങ് സാർ. വാട്ട് യു വാണ്ട് സർ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ചേട്ടാ എന്ത് സാധനം ഉള്ള മെനു സാർ? എനിക്ക് വായിക്കാറിയ ഞാൻ നിന്നോട് എന്തിനാ ചോദിക്കുന്നത്? എനിക്ക് ഇംഗ്ലീഷിന്റെ ABCD അറിയില്ല. ഈ കുന്തത്തിന്റെ പേരൊന്നും വായിക്കാനും പറ്റില്ല. യെസ് മാം. One Bloody Mary. Okay ma'am. Bloody. Thank you. Enjoy your drink ma'am. Thank you. ഓ, അപ്പൊ തെറി വിളിച്ചാലേ സാധനം കിട്ടത്തുള്ളൂ അല്ലേ? തെറിയല്ല സാർ, ഇറ്റ്സ് എ കോക്ടെയിൽ. ഓ, കോക്ടെയിൽ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും കൂടെ ഒഴിച്ച് നല്ല അടിച്ച് കുലുക്കി തരുന്ന സംഭവല്ലേ, ശരിയല്ലേ? യെസ് സാർ. അങ്ങനെയാണെങ്കിൽ ഒരു 4-5 റൗണ്ട് ഞാൻ അടിച്ചോളാം. അളിയാ നിനക്കെന്നാ വേണ്ടേ? ഒരു ജ്യൂസ്. അപ്പൊ എന്റെ അളിയന് എല്ലാ ജ്യൂസും കൂടെ ഒഴിച്ച് കുലുക്കി അടിച്ചും കൊടുത്തേരും ഒരു കോക്ടെയിൽ. അത് കോക്ടെയിൽ അല്ല സാർ, മോക്ടെയിൽ. ഓ, മോക്ടെയിൽ ആണല്ലേ? കൊള്ളാലോ. എന്റെ പൊന്നളിയാ, എന്താ ഡാൻസ് അല്ലേ, അടിപൊളിയായിട്ടുണ്ട്. സിനിമ നടിയെ പോലെ ഉണ്ട്. ഓ, ഇവരെയൊക്കെ നാട്ടിൽ കൊണ്ടുപോയി ഉത്സവത്തിന്റെ അന്ന് സ്റ്റേജിൽ കയറ്റി ഡാൻസ് കളിപ്പിക്കണം. ഒന്ന് പതുക്കെ പറയടാ, ആരെങ്കിലും കേട്ടാ മോശമല്ലടാ. ഇവിടെ പോഷ് കൾച്ചർ അല്ലേ? ഒന്ന് നിർത്തടാ. ഇത് പോർഷ് കൾച്ചർ ആണെങ്കിൽ എന്റെ വില്ലേജ് കൾച്ചറാടാ. നമ്മൾ വിളിച്ചോണ്ട് പോയി അവർ ഡാൻസ് കളിച്ചിട്ട് നമ്മൾ പൈസ കൊടുക്കും. ഇവിടെ അവര് തന്നെ പൈസ കൊടുത്തിട്ട് ഡാൻസ് കളിക്കുന്നു, അത്രേ ഉള്ളൂ. മനസ്സിലായോ? You want company? കമ്പനി ഒന്നും ഇല്ലെന്നേ, ഓൺലി ചെമ്മീൻ ഫാമിംഗ്. പക്ഷേ 20,000 രൂപ വെച്ച് 5 സെന്റിൽ ചെയ്യുന്നുണ്ട്. അവളെന്താളി എങ്ങനെ അങ്ങ് പോയത്? ഇനിയും കുറച്ചു നേരം സംസാരിച്ചെങ്കിൽ കമ്പനിയിൽ ഒരു ഷെയർ ഞാൻ കൊടുത്തേനല്ലോ. എന്താ നോക്കുന്നേ? ഇവിടെയുള്ളവർ ആരും ഒറ്റയ്ക്കല്ല, ഓരോരുത്തർക്കും കൂട്ടിനാളുണ്ടാവും. പറഞ്ഞത് മനസ്സിലായില്ലേ? ഐ ആം ദ ഓൺലി ഓപ്ഷൻ. നിനക്കൊരു മാറ്റം ഇല്ലല്ലോടാ, പഴയ പോലെ ഇപ്പോഴും. പെട്ടെന്ന് വന്നിട്ട് എന്നെ കിസ് ചെയ്തിട്ട് അങ്ങ് പോയാൽ ഞാനെന്ത് ചെയ്യാനാടാ? എന്തായാലും ഇതിനൊക്കെ ഒരു യോഗം വേണോടാ. സംഭവിച്ചതൊക്കെ സംഭവിച്ചു, നീ വിഷമിക്കണ്ട കേട്ടോ. അതൊന്നുമല്ല, അവൾ എനിക്ക് ഉമ്മ തന്നോണ്ടൊന്നുമല്ല ഞാനിപ്പോ കരഞ്ഞോണ്ടിരിക്കുന്നത്. ഒന്ന് പോടാ. പിന്നെ
അവളൊന്നും പറയാതെ വേഗം ഇട്ടിട്ട് പോയില്ലേ അതിനാ. എടാ നാറി, അതിനാന്നോടാ നീ കരയുന്നത്? നിനക്ക് നല്ലൊരു ഉമ്മ തന്നിട്ട് അവള് പോയത്. അത്രയ്ക്ക് അങ്ങോട്ട് ആലോചിച്ച് കൂട്ടണ്ട, ചെലപ്പോ കൈവിട്ട് പോകും. എന്നിരുന്ന് അടിച്ചത് മൊത്തം ഇറങ്ങി പോയല്ലോ. ഇവൻ എന്ന് നന്നാവോ എന്തോ. ഡാ, നീ 2 കാര്യങ്ങളിൽ എത്ര മാറിയെന്ന് നിനക്കറിയോ? ചെറിയ വയസ്സിൽ നീ എങ്ങനെ ഉണ്ടായിരുന്നെന്നറിയോ? ബാറിന്റെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും കരുതുമെന്ന് പറഞ്ഞ് ചുറ്റിക്കറങ്ങിയ നീ വീട്ടിൽ പോയിരുന്നേ. ഇപ്പൊ നോക്ക്, വൃത്തികെട്ടവനെ, മുഴുക്കുടിയനെ പോലെ ഉണ്ട്. എന്താടാ ഹൈദരാബാദ് പോയിട്ട് 4 മാസമായില്ലോ, ജോലിയൊന്നും ആയില്ലേ? അല്ലച്ചാ, അത് പിന്നെ നീ എന്താണ് പറഞ്ഞു വരുന്നത്? ആ ഗംഗാധരന്റെ മോന് 1 ലക്ഷം രൂപ സാലറി ഉണ്ടെന്ന് അയാൾ പറയുന്നത്. നീ പോയിട്ട് 4 മാസമായി, ജോലിയും കിട്ടിയിട്ടില്ല. എന്താ കാരണം? എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ട് അച്ഛാ. പക്ഷേ ലക്ഷങ്ങൾ കിട്ടുന്ന ജോലി കിട്ടാൻ സമയം എടുക്കും അച്ഛാ, അതാണ്. നീ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയണ്ട, പക്ഷെ അവനേക്കാളും കൂടുതൽ ശമ്പളം നീ വാങ്ങിയേ പറ്റും. അവന്റെ അച്ഛന്റെ മുന്നിൽ എനിക്കും തലയുയർത്തി നിൽക്കണം. നീ ആരെ പോയി കാണുന്നു, കാല് പിടിക്കുന്നു എന്നൊന്നും എനിക്കറിയണ്ട, പക്ഷെ നീ 1 ലക്ഷം രൂപയ്ക്ക് മേൽ സാലറി വാങ്ങിയേ പറ്റൂ. ശരി അച്ഛാ, ഞാൻ വിളിക്കാം. ശരി, എന്തൊരു ജീവിതാടാ ഇത്. ബിടെക് കംപ്ലീറ്റ് ആയ ഉടനെ മുന്നോട്ട് ഇനി പഠിത്തൊന്നും വേണ്ട, എല്ലാം നിർത്തിയിട്ട് നാട്ടിൽ പോയി 1ാം തരം ഒരു ചെമ്മീൻ കൃഷി തുടങ്ങാന്ന് വിചാരിച്ചപ്പോ ദേ കണ്ടില്ലേ അച്ഛൻ, ജോലിക്ക് പോടാന്ന് പറഞ്ഞ് നിർബന്ധിക്കുക. ബിടെക് വരെ പഠിച്ചല്ലേ, അപ്പൊ ജോലിക്ക് പോയിക്കൂടെ? നീ പറയുന്ന പോലെ ഒന്നുമല്ല. എല്ലാ വിഷയത്തിലും 90 മേലെ മാർക്ക് വാങ്ങിച്ചാലും ഇംഗ്ലീഷിന് മാത്രം 40 മേലെ കിട്ടണ്ടേ. ഏത് കമ്പനിയിൽ പോയാലും ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിരിക്കുക. നാശം പിടിച്ച ഇടപാടാത്. ഓ അതാണല്ലേ. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു കമ്പനി ഉണ്ട്. നീ ഒരു 4 ലക്ഷം രൂപ കൊടുത്താൽ ഡയറക്റ്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൈ കിട്ടും. കാശ് മേടിക്കുന്നോണ്ട് കറക്റ്റായിട്ട് ശമ്പളം തരുമോ? വല്ല കിണറ്റിലും പോയി ചാടും. ജോലി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, കൊടുത്തേക്കാം. Come here. എന്നീ മഞ്ഞക്കൾ ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? എനിക്കാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല, ഡയറക്റ്റ് കേസ് കേട്ടല്ലേ. മിസ്റ്റർ ശിവ, ചില നാള് ലക്ക് തരികേ, ലക്ക് നാള് നിറച്ചു വരുമോ, ലക്കിത് മൈന പാടി വന്നേ, ലക്കിത് ഘട്ടമെന്നും. ഇവിടെ വെയിറ്റ് ചെയ്യൂ, മാഡം വരും. എന്താ മാഡം? സാറല്ലേ? സാർ ജോലി കളഞ്ഞു പോയി, ഇപ്പൊ ആ സ്ഥാനത്ത് മാഡം ആണോ? അയ്യോ, അപ്പോ എന്റെ 4 ചില ലക്ഷം. നേരമെന്നു മരികെ വന്നണഞ്ഞ ശാസ്താവായി, ഈ മാഡമേതെന്നു അറിയാൻ വഴിതെടിയുള്ള മിന്നാകെ പറന്നേ. We'll do this by this week. Okay? Okay. We'll mail the information. Thank you. Yeah. ഇവിടാകെ ലക്ക് മിന്നിയേ, അഴല് പോയ വഴി തിരയുന്നേ, ചുറ്റിയേത് ലക്കിത് വന്നെത്തി, മനസ്സെന്തോ പേടിയാകെ. Give me your profile. What? Tell me about yourself. അത് പിന്നെ മാഡത്തിന് എന്നെ ഓർമ്മയുണ്ടോ? I said, tell me about yourself. അത് എല്ലാ റൗണ്ടും ഞാൻ ക്ലിയർ ചെയ്തിട്ടാ വരുന്നത്. അപ്പോയിന്റ്മെന്റ് ലെറ്റർ തരാന്ന് പറഞ്ഞായിരുന്നു, അതാ വന്നേ. എത്ര കൊടുത്തു? അത് 4. ഇതിനു മുൻപ് ഉണ്ടായിരുന്നവൻ ഫ്രോഡ് ചെയ്തെന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് എന്നെ അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. ഐ ഫോളോ മൈ പ്രോസസ്. ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. ഐ ആം ശിവ. വാട്ട് ഡു യു നോ അബൌട്ട് ദിസ് കമ്പനി? സ്റ്റാർട്ടിംഗ് സാലറി 12 lakhs. അങ്ങനെയാണെങ്കിൽ പെർ മന്ത് 1 lakh. വാട്ട് ഈസ് സിസ്റ്റം അനാലിസിസ്? അത് 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 ഡു യു നോ ദ ആൻസർ ഓർ നോട്ട്? അയ്യോ, അറിയാം. പക്ഷെ ഇംഗ്ലീഷിൽ പറയാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. മലയാളത്തിൽ എളുപ്പമാണോ? ആ, എന്നാ ശരി, പറ. സിസ്റ്റത്തിൽ കൊടുക്കുന്ന മുഴുവൻ പ്രോസസ്സും, അതായത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഇൻപുട്ട് കൺട്രോളായി പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് കൺവേർട്ട് ചെയ്യും മാഡം. ഇതെല്ലാം കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിസ്റ്റം അനാലിസിസ് യൂസ് ചെയ്യുന്നത്. നോട്ട് ബാഡ്. യു ഹാവ് സബ്ജക്ട് ശിവ, ബട്ട് പുവർ കമ്മ്യൂണിക്കേഷൻ. നീ ഫോറിൻ ക്ലയൻസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് പ്രധാനമാണ്. ഇങ്ങോട്ട് നോക്ക് ശിവ, ഐ ഗിവ് യു 15 days ടൈം. ഇംപ്രൂവ് യുവർ സ്കിൽസ് ആൻഡ് കം ബാക്ക്. പണ്ട് മുതലേ ഇംഗ്ലീഷ് അറിയില്ല, പിന്നെ ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞ എങ്ങനെ? വാട്ട്? ഇല്ല, ഒന്നുമില്ല. ശിവ, മാം, അന്ന് രാത്രി പബ്ബിൽ വെച്ച് അറിയാതെ ഒന്ന് നിന്നെ. അത് മാഡം മറന്നുപോയെന്നാ ഞാൻ വിചാരിച്ചേ. അപ്പം മറന്നിട്ടില്ലല്ലേ? ആ കാര്യം നീ ഇതുവരെ മറന്നില്ലെങ്കിൽ ഇവിടെ ജോലി കിട്ടുന്ന കാര്യം നീ മറക്കേണ്ടി വരും.
ഓർമ്മയുണ്ടല്ലോ 15 days ടൈം. കീപ് പ്രാക്ടീസിങ്. ഈ 15 ദിവസവും അയ്യപ്പന് ശരണം വിളിക്കുന്ന പോലെ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. ഇത് നടക്കൂല. ഇതൊന്നും ശരിയാവില്ല.